ഹലോ ഗൈസ്, അങ്ങനെ കോർ പ്രാക്ടീസിന് അടുത്ത ദിവസമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് 10 മണിക്കാണ് പ്രാക്ടീസ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ടൈമിലേക്ക് എത്തണം. അപ്പോൾ ഇന്ന് നാളെ തൊട്ടാണ് പ്രാക്ടീസിന് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കുറച്ച് ടൈം ഇപ്പം ബസ് വന്നിട്ടുണ്ടെങ്കിൽ ചൈത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതല്ലേ, അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ തീരെ തിരക്കുകൾ കുറവാണ്. അങ്ങനെ ടൈമേ അപ്പം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോഴേക്കും ആൾക്കാർ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ചെറിയ അറേഞ്ച്മെൻറ്റൊക്കെ സീറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കണമല്ലോ, കസേരയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇട്ടു. അപ്പോൾ 5 ടൈം പിന്നീട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന പാട്ടുകൾ കൂടുതൽ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകണം സാറ് കേട്ടോ. അപ്പം കൂടുതൽ ആഡ് ചെയ്യാനുള്ളൊക്കെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് മ്യൂസിക് കൂടുതൽ മോഡിഫൈഡ് ചെയ്ത് കൂടുതൽ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് പേർക്കൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വരാതെ പോയവർക്ക് തന്നെ ഒരുപാട് കുറേ നോട്ടുകൾ മിസ്സാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ പഠിപ്പിച്ച് പാട്ടൊന്ന് ഓരോരുത്തരെ കൊണ്ട് പഠിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും എത്രയോ മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മിസ്റ്റേക്കുകളൊക്കെ തന്നെ ക്ലിയർ ആക്കി കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ട് അങ്ങനെ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റി. എനിക്ക് ഉൾപ്പെടെ മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴേക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡിനൊക്കെ ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് വളരെ റെയറായിട്ട് 2-3 പേര് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും തന്നെ മ്യൂസിക്കിനെ കുറിച്ച് വലിയ ഒരു അറിവില്ല. കാരണം പാട്ട് പാടാൻ അറിയുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ട് ആ സാറിൻ്റെ ആ ഒരു ടാലൻ്റ് കൊണ്ടായിരിക്കും എല്ലാവരും തന്നെ ഏകദേശം നല്ല രീതിയിൽ പാടുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം ഓരോരുത്തരും ആ പാടുന്ന നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും എത്രയോ പെർഫെക്റ്റ് ആയിട്ടുണ്ടോ അവരെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ കൂടുതൽ അവരത് എഫോർട്ട് ഇട്ടുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം അത് ട്രൈ ചെയ്ത് ആ പാട്ട് പഠിച്ചെടുക്കുന്നതാണ് വലിയ കാര്യം. അങ്ങനെ നമ്മുടെ പാട്ടിൻ്റെ ആ ഒരു പഠനം മുന്നോട്ട് നല്ല രീതിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ പ്രോഗ്രാം ഉറപ്പായിട്ടും സൂപ്പറായിരിക്കും. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഏപ്രിൽ 27-ന് മാവേലിക്കരയിൽ വരണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും സൂപ്പറായിട്ട് നമ്മുടെ ലൈവ് പെർഫോമൻസ് കാണാം. അപ്പോൾ വന്നപ്പോൾ തന്നെ ആദ്യം ഉള്ളൊരു പോലെ അല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അച്ഛന്മാരായാലും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും അങ്ങനെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഒരു ഫാമിലി പോലെയാണ് ഞങ്ങളുടെ കഴിയുന്നത്. പ്രാക്ടീസിന് ഉൾപ്പെടെ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയപ്പെടാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പിയുള്ള കുറേ മൊമെൻറ്റുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നീട് അച്ഛൻ പിക്ക് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നത്. വരുന്ന വഴിക്ക് ഇതുപോലെ വിഷു ഡെക്കറേഷൻസ് അവിടെ കൂടുതൽ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.